ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ നന്നായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ പുറത്തേക്ക് നോക്കുക, ഇതിൻ്റെ ജനലിക്കൂടെയുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ മഞ്ഞ് പെയ്തു. മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് വലിയൊരു സ്നോ ആയിരുന്നില്ല, കുറച്ചേ ഉള്ളൂ. എങ്കിലും പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മഞ്ഞ് പെയ്യുന്നത്. നല്ല തണുപ്പുമാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞ് ഒരു ചെറിയ പാളിയേ ഉള്ളൂ, ബാക്കി കുറേയെല്ലാം ഉരുകിപ്പോയി. എന്നാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചൊന്ന് കാണാം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പം നന്നായിട്ട് സ്നോ പെയ്യുന്നു, നല്ല തണുപ്പും. സ്കൂൾ താമസിച്ചേ തുറക്കുള്ളൂ, അപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നോടെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. 6 മണിയായപ്പോൾ സിബി എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ തുടങ്ങുവാണ്. വണ്ടിയിലൊക്കെ കുറച്ച് സ്നോ ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ സാധാരണ പോലെ ജോലിക്ക് പോയി. അപ്പോൾ സ്കൂൾ ഇന്ന് ഒത്തിരി താമസിച്ചാണ് തുടങ്ങുക. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു. അതേ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഒരുപാട് സ്നോ എല്ലായിടത്തും പെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, എല്ലായിടും ഒരു വെള്ള കളറ്. നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുകയില്ല. അപ്പോൾ അതാ നോക്ക്, നമ്മുടെ വിൻഡോയിൽ കൂടെയുള്ള കാഴ്ചകളാണ്. എല്ലാ സാധനങ്ങളും ഒരൊറ്റ വെള്ള കളറിലിരിക്കുന്നു. വീടിൻ്റെ പുറകിലുള്ള സ്റ്റെപ്പുകളിലൊക്കെ അതുപോലെ തന്നെ മഞ്ഞ് പെയ്ത് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എന്തായാലും പുറത്തുനിന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് പുറത്തെ കാഴ്ച. നിറച്ച് സ്നോ ഇലകളിലുമെല്ലാം മൂടി ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പുറത്തിറങ്ങി നമുക്ക് നിൽക്കാൻ പറ്റില്ല. -6 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ഇപ്പോൾ ഇന്നത്തെ തണുപ്പ് ഇവിടെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി ഉള്ളിൽ കയറി. ഇച്ചിരി നേരം നിൽക്കുമ്പോഴത്തേനും നമ്മൾ മരിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വണ്ടി എടുത്ത് ഇതിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇത്തിരിയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വഴിയൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. രാവിലെ തന്നെ ഈ ട്രക്കിൽ ആൾക്കാർ വന്ന് സ്നോ മാറ്റി, അതുപോലെ മണലും ഉപ്പും കൂടി ഒരു മിശ്രിതം വഴിയിലെല്ലാം ഇട്ട് പോകും. അപ്പോൾ അത് തെന്നലും കാണുകയില്ല, അതുപോലെ ആ സ്നോ ഒരുക്കി പോകാനും പറ്റുമല്ലോ. അപ്പം ഇന്ന് സ്കൂൾ താമസിച്ചായതുകൊണ്ട് ഒരു വണ്ടികളും ആൾക്കാരെയൊന്നും കാണാനില്ല. അപ്പോൾ ദാ ഇവിടെ ഒരു ട്രക്ക് കണ്ടോ. അപ്പോൾ ഈ ട്രക്ക് സ്നോ മാറ്റി മണലിട്ട് പോകുന്ന ഒരു വണ്ടിയാണേ. അപ്പോൾ ഇനി ഈ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ചെടിയുടെ ശിഖരത്തിൽ നിറച്ച് മഞ്ഞിങ്ങനെ പെയ്തിരിക്കുന്നുണ്ടോ. വളരെ സോഫ്റ്റാണ്. തൊട്ടാൽ നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോളായിട്ടിങ്ങനെ ആകും. അങ്ങനെയാണ് നമ്മൾ സ്നോമാനെയൊക്കെ സാധാരണ ഉണ്ടാക്കി പുറത്ത് വെക്കുക. അപ്പം ഞങ്ങൾ ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടതാണ് പുറത്ത്. അപ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്ത് മൂടിയിരിക്കുവാണ്.
ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാനാണ്. അപ്പോൾ മാനിൻ്റെ തലയിലും ഉടലിലും ഒക്കെ മഞ്ഞായി. ഇതെൻ്റെ കാൽപ്പാദം, ഞാനിതിൽ നടന്നു പോയ കാൽപ്പാടുകളാണ് കേട്ടോ. വളരെ സോഫ്റ്റ് സ്നോ ആയതുകൊണ്ട് നമ്മൾ ചവിട്ടിയാൽ അതുപോലെ കഴിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നല്ല തണുപ്പും കാറ്റും ഉണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം പറയുന്നത്. അപ്പം ഈ സ്നോ ഇങ്ങനെ നമ്മുടെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ അത് ഉറച്ച് പിന്നെ പോകാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വണ്ടി ഇറക്കുന്ന സ്ഥലത്ത് മാത്രമുള്ള സ്നോ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഈ തണുപ്പത്ത് നിന്ന് സ്നോ മാറ്റൽ അത്ര ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ ഡ്രൈവേ എല്ലാം നല്ല ക്ലീനായി. ഇനിയിപ്പോൾ ചെറുതായിട്ടൊക്കെ കിടപ്പുള്ളൂ, അതൊരു വെയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരുക്കി പൊക്കോളുമായിരിക്കും. ഇത് ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞപ്പോഴത്തേക്കുമുള്ള ഒരു അന്തരീക്ഷമാണ്. കുറച്ച് സ്നോയൊക്കെ ഉരുകി പോയിട്ടുണ്ട്. എങ്കിലും ആ മേഘങ്ങളും സ്നോയും എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു രസമാണ്. ഈ ലേക്കിലും അതിൻ്റെ സൈഡിലുള്ള വെള്ളമൊക്കെ ഐസായി കട്ടയായിട്ടിരിക്കുവാണ്. ബാക്കിയൊക്കെ അതുപോലെ ലിക്വിഡായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് ഒരുവിധം സ്നോ എല്ലാം ഉരുകി തീർന്ന പ്രതീതിയാണ്. ഒരുപാടൊന്നും കിടപ്പില്ല. ഇനി അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, ദൂരെ ഒരിടത്ത് കണ്ടോ സ്നോ ഇപ്പോഴും മെൽറ്റ് ചെയ്യാണ്ട് കിടപ്പുണ്ട്. ഇപ്പോഴും സോഫ്റ്റായിട്ട് തന്നെയാണ് സ്നോ ഇരിക്കുന്നത്. നമ്മൾ ചവിട്ടിയാൽ ഇപ്പോഴും അങ്ങനെ താന്നു പോകും. അതുപോലെ രാവിലെ കൂടിക്കിടന്ന സ്നോയൊക്കെ ഇപ്പം നല്ല കട്ടയായിട്ട് ഒരുവിധം ഐസ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ തണുപ്പുകാല വിശേഷങ്ങളും സ്നോയും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.